വന്ദേ മാതരം മുഴുവനായി, അതായത് 3 മിനിറ്റും 10 സെക്കൻഡും പാടണം എന്നുള്ളതാണ് കേന്ദ്ര നിർദ്ദേശം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയത്. ആ നിർദ്ദേശത്തിന്റെ പകർപ്പാണ് ഈ കാണുന്നത്. ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ. ഇന്ത്യയുടെ ദേശീയ ഗീതം വിവിധ അവസരങ്ങളിൽ ആലപിക്കുകയോ വായിക്കുകയോ ചെയ്യപ്പെടുന്നു. ദേശീയ ഗീതത്തിന്റെ ഔദ്യോഗിക പതിപ്പ്, അത് ആലപിക്കേണ്ടതും വായിക്കേണ്ടതുമായ അവസരങ്ങൾ, അത്തരം അവസരങ്ങളിൽ ദേശീയ ഗീതത്തോടുള്ള യോജിച്ച ആദരവ് പാലിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കുമായി താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയത്. അതിൽ ദേശീയ ഗീതം ഔദ്യോഗിക പതിപ്പ് എന്താണെന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേ മാതരം എന്ന ഗാനം ദേശീയ ഗീതമായി അറിയപ്പെടുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരം എന്ന ഗാനത്തിന്റെ വരികൾ ചുവടെ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ സ്റ്റാൻസയും മുഴുവൻ ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഓർഡർ വന്നിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 2 സ്റ്റാൻസ് മാത്രമായിരുന്നു ചടങ്ങുകൾക്ക് പാടിക്കൊണ്ടിരുന്നത്. പക്ഷേ മുഴുവൻ ഖണ്ഡികകളും പാടണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരുന്നത്. അതായത് ഈ ദൈർഘ്യം ഏകദേശം 3 മിനിറ്റ് 10 സെക്കൻഡ് ആയിരിക്കും എന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. പിന്നെ എപ്പോഴൊക്കെ ഇത് ദേശീയ ഗീതം വന്ദേ മാതരം ആലപിക്കണം എന്നുള്ള കാര്യവും കൃത്യമായിട്ടുള്ള നിർദ്ദേശമായി നൽകിയിരുന്നു. അതായത് ദേശീയ ഗീതത്തിന്റെ ഔദ്യോഗിക പതിപ്പ് താഴെ പറയുന്ന അവസരങ്ങളിൽ വായിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഈ സ്ഥാനാരോഹണ ചടങ്ങുകളാണ്. അതാണ് ഒന്നാമതായി വരുന്നത്. രണ്ടാമതായി വരുന്നത് രാഷ്ട്രപതി ഔദ്യോഗിക സംസ്ഥാന ചടങ്ങുകളിലും സർക്കാർ സംഘടിപ്പിക്കുന്ന മറ്റ് പരിപാടികളിലും എത്തുമ്പോഴും മടങ്ങിപ്പോകുമ്പോഴും ആലപിക്കണം എന്നുള്ളതാണ്. പിന്നീടുള്ളത് രാഷ്ട്രപതി ആകാശവാണിയിലൂടെയോ ടെലിവിഷനിലൂടെയോ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് തൊട്ട് മുൻപും ശേഷവും വന്ദേ മാതരം ആലപിക്കണം എന്നുള്ള കാര്യവും. പിന്നെ നാലാമതായിട്ട് വന്നിരിക്കുന്നത് ഗവർണർമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ തങ്ങളുടെ സംസ്ഥാനത്തിലോ കേന്ദ്രഭരണ പ്രദേശത്തിലോ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിൽ എത്തുമ്പോഴും മടങ്ങിപ്പോകുമ്പോഴും വന്ദേ മാതരം ആലപിക്കണം. 5 ദേശീയ പതാക പരേഡിലേക്ക് കൊണ്ടുവരുമ്പോൾ രാജ്യ സർക്കാർ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുന്ന മറ്റവസരങ്ങളിലും ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കണം എന്നുള്ളതാണ് ഈ ഓർഡറിൽ പറയുന്നത്. ബാൻഡ് മുഖേന ദേശീയ ഗീതം വായിക്കുമ്പോൾ ദേശീയ ഗീതം ആരംഭിക്കാനിരിക്കുകയാണെന്ന് കേൾക്കുന്നവരെ അറിയിക്കുന്നതിനായി ഡ്രം റോൾ മുൻകൂർ നൽകണം എന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ദേശീയ ഗീതം തുടങ്ങാനിരിക്കുകയാണെന്ന് വ്യക്തമാക്കുന്ന മറ്റേതെങ്കിലും സൂചന ഉണ്ടായാൽ ഇത് ആവശ്യമില്ല എന്നും നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശബ്ദം മൃദുവായി ആരംഭിച്ച് ക്രമേണ ഉയർന്ന് പിന്നെ വീണ്ടും മൃദുവാകണം എന്നുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നെ ഓരോ ബീറ്റുകളും എങ്ങനെയാണെന്നുള്ള നിർദ്ദേശവും കൂടെ. ദേശീയ ഗീതത്തിന്റെ കൂട്ടായ ആലാപനം, ദേശീയ ഗീതത്തിന്റെ ഔദ്യോഗിക പതിപ്പ് താഴെ പറയുന്ന അവസരങ്ങളിൽ കൂട്ടായ ആലാപനത്തോടൊപ്പം അവതരിപ്പിക്കണം എന്ന നിർദ്ദേശവും നൽകിയിരുന്നു. ഇത് ഫെബ്രുവരിയിലായിരുന്നു ഈ നിർദ്ദേശം വന്നത്. ദേശീയ പതാക ഉയർത്തുന്ന അവസരങ്ങളിൽ, സാംസ്കാരിക പരിപാടികളിലും പരേഡ് ഒഴികെയുള്ള ഔപചാരിക ചടങ്ങുകളിലും ഇതിനായി ആവശ്യമായ വലിപ്പമുള്ള ഒരു ഗായക സംഘത്തെ ക്രമീകരിക്കാം എന്നുള്ള കാര്യവും നിർദ്ദേശമായി നൽകിയിരുന്നു. രാഷ്ട്രപതി, സർക്കാർ അല്ലെങ്കിൽ പൊതുപരിപാടികളിൽ എത്തുമ്പോഴും മടങ്ങിപ്പോകുന്നതിന് മുൻപും ഔദ്യോഗിക സംസ്ഥാന ചടങ്ങുകൾ ഒഴികെ ഉള്ളവയിൽ ആലപിക്കണമെന്നും ദേശീയ ഗീതം ആലപിക്കുമ്പോഴെല്ലാം ഔദ്യോഗിക പതിപ്പാണ് കൂട്ടായ ആലാപനത്തോടെ അവതരിപ്പിക്കേണ്ടതെന്നുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ ഇത് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം എന്ന രീതിയിലായിരുന്നു ആ സമയത്ത് ഈ ഫെബ്രുവരിയിൽ നൽകിയിരുന്നത്. ദേശീയ ഗീതം ആലപിക്കാവുന്ന എല്ലാ അവസരങ്ങളുടെയും സമ്പൂർണ്ണ പട്ടിക നൽകാൻ സാധ്യമല്ല എന്നുള്ള കാര്യവും നിർദ്ദേശത്തോടൊപ്പം നൽകിയിരുന്നു. എന്നാൽ രാജ്യത്തോടുള്ള ആദരസൂചകമായി യോജിച്ച മര്യാദയും അതിൻ്റെ വ്യവസ്ഥയും പാലിക്കുന്നുവെങ്കിൽ കൂട്ടായ ആലാപനത്തോടെയുള്ള ദേശീയ ഗീത ആലാപനത്തിന് എതിർപ്പില്ല എന്ന കാര്യം പറഞ്ഞിരുന്നു. എല്ലാ സ്കൂളുകളിലും ദിവസത്തെ പ്രവർത്തനം ദേശീയ ഗീതത്തിൻ്റെ, അതായത് വന്ദേ മാതരത്തിൻ്റെ കൂട്ടായ ആലാപനത്തോടെ തുടങ്ങാം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. പൊതുവായ നിർദ്ദേശങ്ങൾ എന്ന രീതിയിൽ ദേശീയ ഗീതത്തിൻ്റെ ഔദ്യോഗിക പതിപ്പ് ആലപിക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവം എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ള നിർദ്ദേശവും. എന്നാൽ വാർത്താ ചിത്രമോ ഡോക്യുമെൻ്ററിയോ പ്രദർശിപ്പിക്കുന്നതിനിടെ ചിത്രത്തിന്റെ ഭാഗമായാണ് ദേശീയ ഗീതം ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ പ്രേക്ഷകർ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ഇങ്ങനെയുള്ള പൊതു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. മറ്റൊരു കാര്യം ഏറ്റവും അവസാനമായി നൽകിയിരുന്നത് ദേശീയ ഗീതവും ദേശീയ ഗാനവും ജനഗണമന ഒരുമിച്ച് ആലപിക്കുകയോ വായിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യം ആലപിക്കുകയോ വായിക്കുകയോ വേണം എന്നുള്ള നിർദ്ദേശവും ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഈ നിർദ്ദേശ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. ഇതിനുശേഷമാണ് ലോക് ഭവൻ സംസ്ഥാനത്ത് ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വന്ദേ മാതരം നിർബന്ധമായും ആലപിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്.
വി ഡി സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ആ ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴുവനായിട്ട് വന്ദേമാതരം ആലപിച്ചിരുന്നു. പക്ഷേ അത് കോൺഗ്രസ് ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമാണ്. വന്ദേമാതരം മുഴുവനായി പാടാൻ പറ്റില്ല എന്നതാണ് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ നിലപാട്. CPM-ന്റെ നിലപാടും ഇടതു പാർട്ടികളുടെ നിലപാടും ഒക്കെ അതുതന്നെയാണ്. പക്ഷേ അന്ന് CPM-ഉം ഇടതു പാർട്ടികളും LDF UDF-നെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അവിടെ RSSന് കീഴടങ്ങുകയായിരുന്നു UDF എന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിരുന്നത്. ലോക് ഭവന്റെ നിർദ്ദേശമനുസരിച്ച് അവരുടെ ചടങ്ങ് എന്ന രീതിയിലാണ് അന്ന് വന്ദേമാതരം ആലപിച്ചത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇനി ആവർത്തിക്കില്ല എന്ന രീതിയിലാണ് ഇന്ന് നിയമസഭയിൽ ആദ്യ വരികൾ മാത്രം ആലപിക്കാൻ അനുവാദം നൽകിയത്. കഴിഞ്ഞ ദിവസം റിഹേഴ്സൽ നടക്കുന്ന സമയത്തും ഈ നിർദ്ദേശം നൽകിയതാണ് ലോക് ഭവൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.